ഹായ് ഓൾ, ജയ് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ഓരോ ടോപ്പേഴ്സിനെയും ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ സ്റ്റഡി സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓരോ മനുഷ്യന്മാരും ഓരോ ഡിഫറെന്റ് ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്റ്റഡി സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ആനന്ദാണ്. ആനന്ദ് പി ആർ, ട്രിവാൻഡ്രത്ത് വീടുള്ള ആനന്ദ് പി ആർ ആണ്. അപ്പോൾ ആനന്ദ് പി ആർ പ്രത്യേകിച്ച് നമ്മുടെ ഓൺലൈൻ കുട്ടികളാണ് അദ്ദേഹത്തിന്റെ വീഡിയോ വ്യക്തമായിട്ട് കാണേണ്ടത്. കാരണം അദ്ദേഹം സൈറത്തിന്റെ ഓൺലൈൻ ബാച്ചിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 99.17% കിട്ടി NIT സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. NIT ഏറ്റവും ടോപ്പ് NIT തന്നെ ഏറ്റവും നല്ല ബ്രാഞ്ച് സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതില് പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് അല്ല, നമുക്കറിയാം ജയിലെ ഏറ്റവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടഫായിട്ടുള്ള പേടി സ്വപ്നമായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്സ്. മാത്സിൽ അദ്ദേഹത്തിന് 99.23% ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം സന്തോഷിപ്പിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ആനന്ദിന്റെ സ്റ്റഡി സ്ട്രാറ്റജീസ് നമുക്ക് ആനന്ദിനോട് സംസാരിക്കാം. ആനന്ദിന്റെ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ കേൾക്കാം. ഓക്കെ, ഹായ് ആനന്ദ്. നമസ്കാരം. അപ്പൊ എവിടെ വീട്? ട്രിവാൻഡ്രത്ത് എവിടെയാ? ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയിലാണ് വീട് അല്ലെ? അപ്പോ നമ്മളിപ്പം കോഴിക്കോട് ക്യാമ്പസിലാണ് നിൽക്കുന്നത്. നമ്മൾ സെലിബ്രേഷനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ അൾട്ടിമേറ്റ് നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് ഒക്കെ പറഞ്ഞ് അവർക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജീസ്? ഓക്കെ, സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ബേസിക്സിലായിരുന്നു. എല്ലാ സബ്ജക്റ്റിലെ ബേസിക് കോൺസെപ്റ്റ് ഒക്കെ എത്രയും സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും സ്ട്രോങ് ആക്കി. കാരണം ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തോന്നും ജെയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോർമുല ബേസ്ഡ് ആണെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ അതൊരിക്കലും പാടില്ല. ഒരിക്കലും ജെഇ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് അല്ല. അത് കുറച്ചുകൂടെ ഇപ്പോൾ പ്രത്യേകിച്ച് മാത്സ് പോലത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ മാത്സും ഫിസിക്സും പോലത്തെ സബ്ജക്റ്റുകളാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. ഒരു ചാപ്റ്ററിൽ സ്പെസിഫിക് ഫോർമുല ഉപയോഗിക്കും. പക്ഷേ ബാക്കി കാൽക്കുലേഷൻസിലൊക്കെ നമുക്ക് ആവശ്യം വരുന്നത് പഴയ ഐഡിയാസ് ആണ്, ഏറ്റവും കോർ ആയിട്ടുള്ള ഐഡിയാസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ ആ ഇനീഷ്യൽ സ്റ്റേജസിൽ സ്ട്രോങ് ആക്കി എടുത്തിട്ട് പിന്നീട് അതിനുശേഷം ഞാൻ അതിനുവേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് NCERT പോലുള്ള ബുക്കുകളായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ സ്ട്രോങ് ആയിട്ട് റിലൈസ് ചെയ്ത് നമ്മുടെ സൈലത്തിന്റെ DPPസും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളുമായിരുന്നു. അവർ സൈലത്തിലെ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അവരുടേതായ രീതിയിൽ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് കറക്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സും ഫോർമുലാസും ടെക്നിക്സും ഒക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആ ഒരു അവരുടെ പാത്ത് വേയിൽ തന്നെ ഞാൻ അങ്ങ് ഫോളോ ചെയ്ത് പോകുമായിരുന്നു. എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് കണ്ട് അതിന് അനുസരിച്ച് അതുപോലെ തന്നെ DPPയിലും ആ ക്വസ്റ്റ്യൻസും വളരെ സ്ട്രക്ചേർഡ് ആയിരുന്നു. ആദ്യം തന്നെ എളുപ്പത്തിലുള്ള കീം ക്വസ്റ്റ്യൻസ് പോലെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് JEE മെയിൻസും അവസാനം JEE അഡ്വാൻസ്ഡ് പോലെ ആ ഒരു ഹയർ പ്രയോറിറ്റി അല്ല, ഒരു ഡിഫിക്കൽട്ടി ഓർഡറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ തന്നെ ചെയ്തു പോയാൽ മതിയാവും. നമ്മൾ ആദ്യം ഒരു ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകും. പിന്നീട് അത് മറ്റു കോൺസെപ്റ്റുകളുടെ കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണ് JEE മെയിൻസിലൂടെയും അഡ്വാൻസിലൂടെയൊക്കെ നമുക്ക് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എൻകൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിച്ചാണ് ഞാൻ ഈ ഓരോരോ കോൺസെപ്റ്റ് തീർത്ത് വന്നത്. മെയിൻലി ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ബേസിക്സ് തീർത്തു, പിന്നീട് ഓരോ ചാപ്റ്റേഴ്സിലെയും കീ കോൺസെപ്റ്റുകളും ഫോർമുലാസും ചെയ്ത് വരികയായിരുന്നു ചെയ്തത്. അന്ന് തന്നെ ചെയ്ത് തീർക്കാനും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്തു നോക്കൂ, എങ്ങനെയായിരുന്നു? അതെ, ക്ലാസ്സിൽ പഠിപ്പിച്ചത് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയ ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായി, അത് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടി എടുക്കും. ഞാൻ ഉപയോഗിച്ചത് സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റഡി ടെക്നിക്കാണ്. അതായത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അതിനെ ഇൻക്രീസിങ് ഇൻ്റർവെൽസിൽ നമ്മൾ റിവൈസ് ചെയ്യുക. അതായത് ആദ്യം 1 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക, പിന്നീട് 3 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക, പിന്നീട് 6 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മെമ്മറിയിൽ ആ ഒരു ടോപ്പിക്ക് കൂടുതൽ സ്ട്രെങ്ത് ആയി നിൽക്കുമെന്ന് ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടെക്നിക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയത്. സോ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സ്പേസ്ഡ് റെപ്പറ്റീഷന് വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു 3 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി അഥവാ പാടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാനത് ഒരിക്കൽ കൂടെ ഈ ക്ലാസ്സിൽ അവർ പറഞ്ഞ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരിക്കൽ കൂടെ. എന്നിട്ട് ഞാനത് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് PYQ ബുക്കിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഈ ചാപ്റ്ററിൽ ഇത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്തത്. പിന്നീട് ഞാൻ അതേ ഒരു ക്വസ്റ്റ്യനെ വീണ്ടും ഒരു 3-4 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് സയന്റിഫിക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തത്? കാരണം വീട്ടിലിരുന്നിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തത്? എന്താണ് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് കൂടി പറഞ്ഞു കൊടുത്തു.
ആദ്യമേ പറയുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ളൊരു ഒരു കമ്പോണൻ്റ് ആണ്. അതായത് നമ്മൾ എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചില കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ തന്നെ, എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ എക്സാം ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തിയറി ഗ്യാപ്പുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇനിയും കുറച്ചുകൂടെ ഒന്ന് പഠിച്ച് തീർക്കണം, ഒന്ന് തിയറി സ്ട്രോങ് ആക്കണം എന്നൊക്കെ അവസാന ഫേസിൽ തോന്നാറുണ്ട്. പക്ഷേ അത് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ആ ഒരു തിയറി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തിയറി തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഈ തിയറിയുടെ ആപ്ലിക്കേഷനാണ് പ്രധാനം. ഈ തിയറി അറിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ എക്സാമിൽ പാസ്സാകുന്നില്ല. നമ്മൾ ആ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനനുസരിച്ച് ആ തിയറി അപ്ലൈ ചെയ്യുകയാണ് പ്രധാനം. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൻ്റേതായ എക്സാമിൻ്റെ എൻവയോൺമെൻറ്റിൽ തന്നെ ചെയ്യുക എന്നത്, അത് ആ ഒരു എൻവയോൺമെൻറ്റിൽ തന്നെ ചെയ്യുന്ന രീതി പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാനൊരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മോക്ക് ടെസ്റ്റ് 3 മണിക്കൂർ ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന അത്രയും ചെയ്ത് തീർത്തിട്ട് ടൈമർ സ്റ്റോപ്പ് ആകുമ്പോൾ നിർത്തുക. അത് കാരണം നമുക്ക് അത് സ്ട്രിക്റ്റ് ആയിട്ട് ടൈമർ സ്റ്റോപ്പ് ആകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ടെസ്റ്റ് അറ്റംപ്റ്റ് അങ്ങ് തീർക്കുകയാണ്. അതിനുശേഷം അവർ ടെസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കുകയാണ് എവിടെയാണ് ഞാൻ കൂടുതൽ ടൈം എടുത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിലാണ് എനിക്ക് കൂടുതൽ ടൈം എടുത്ത് അല്ലെങ്കിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ്, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ അനലൈസ് ചെയ്യുക. നമ്മൾ ഒരു അവസാനത്തെ 1 മാസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും അത് ആ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുക, അതിൽ നമുക്ക് തെറ്റിപ്പോയ ഭാഗങ്ങൾ, ശരിയായ ഭാഗങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് അനലൈസ് ചെയ്തെടുക്കുക. അതിന് നമുക്കൊരു 1-2 മണിക്കൂർ സമയം എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ടോപ്പിക്സ്, നമ്മൾ കീ ആയിട്ടുള്ള ടോപ്പിക്സ് വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു പക്ഷേ നമുക്ക് ഒരു മോക്ക് ടെസ്റ്റിൽ നമുക്ക് തെറ്റിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കുക. അതിനും ഒരു 1-2 മണിക്കൂർ സമയം എടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ ഒരു മോക്ക് ടെസ്റ്റ് കൂടെ അറ്റംപ്റ്റ് ചെയ്ത്, അതായത് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതാണ് ഈ ഒരു, ഇപ്പോൾ തന്നെ നമ്മൾ സെക്കൻഡ് ഫേസിന് 1.5 മാസത്തിന് അകത്തെ സമയമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്, കൂടുതൽ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ തിയറിയിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയതിന് ശേഷം ഞാനിപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്കും പോർഷൻ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ ഞാൻ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തില്ല, ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ നോക്കി മനസ്സിലാക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ അങ്ങനെ നോക്കി നമ്മൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റി അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വഴി നമ്മൾ മിസ്സായ ടോപ്പിക്കിലേക്ക് പോകുന്നതാണ്. ബിക്കോസ് അങ്ങനത്തെ രീതി നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ജെയുടെ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ വരുന്ന രീതിയിലുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കീ ടോപ്പിക്സ് തന്നെ നമുക്ക് ജെയിലും വരാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദിവസവും ഒരെണ്ണമെങ്കിലും മിനിമം. അത് നമുക്ക് ഈ ഒരു സമയത്ത് അവസാനത്തെ ഒരു 2-3 ആഴ്ച സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന സമയം വേണമെങ്കിൽ നമുക്കിനി അടുത്ത ഒരു 1-2 ആഴ്ച നമ്മൾ വീണ്ടും തിയറിയും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് ഒരു 2-3 ദിവസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. പക്ഷേ അതിനുശേഷം അവസാനത്തെ ഒരു 2-3 വീക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം മിനിമം ഒരു മോക്ക് ടെസ്റ്റെങ്കിലും ഡെയിലി അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റും അനാലിസിസ് ആ ഒരു ഷെഡ്യൂളിലൂടെ ഡെയിലി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതാണെന്ന്. കോഴ്സ് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ LMRP phase 2 ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ക്ലാസ്, പിന്നെ എന്താണ് 1 ദിവസം എക്സാം. അതെ, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ അവസാനം നമുക്ക് മാർച്ച് 16 ശേഷം കംപ്ലീറ്റ്ലി എന്താണ് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, ഫുൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 16 ശേഷം ഒരു 2 ആഴ്ചയാണുള്ളത്. ആ 2 ആഴ്ച 16, 17, 18 അതിനുശേഷം കംപ്ലീറ്റ്ലി മോക്ക് ടെസ്റ്റ്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് പോയാൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. അപ്പം അതിൽ മോക്ക് ടെസ്റ്റിലോ അല്ലെങ്കിൽ ആക്ച്വൽ ജെയിലോ എന്തെങ്കിലും ഒരു മേജർ മിസ്റ്റേക്ക് വരുത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? അതെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു മെയിൻലി എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, ഞാൻ ജെയിയുടെ ഇപ്പോഴത്തെ ഫേസിൽ തന്നെ ഒരു കെമിസ്ട്രിയിലെയോ ഫിസിക്സിലെയോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ആൻസർ കിട്ടി, 606 എന്നൊരു ആൻസർ കിട്ടി. ഞാൻ പക്ഷേ ഇത് അവിടെ ന്യൂമറിക്കലിൽ ടൈപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ 660 എന്നായിപ്പോയി. 606 പകരം 660 എന്നായിപ്പോയി. ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു, എനിക്ക് തോന്നുന്നത് അത് അവസാനം ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടൈം എക്സാമിന് 10-15 മിനിറ്റ് കഴിഞ്ഞാൽ തീരുമെന്നുള്ള ഒരു സമയത്ത് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാനുള്ള ഒരു റഷിലായിരുന്നു. ആ ഒരു പ്രശ്നം കാരണം ഞാനത് 660 എന്ന് ടൈപ്പ് ചെയ്ത് പിന്നീട് ആൻസർ കീ വന്ന് നോക്കിയപ്പോൾ അയ്യോ ഇതിൽ ആൻസർ 606 അല്ലായിരുന്നു, അല്ല 606 ആയിരുന്നു. എനിക്ക് കിട്ടിയ ആൻസർ ആയിരുന്നു, ഞാൻ ടൈപ്പ് ചെയ്ത ആൻസർ അല്ല, എനിക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായി. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പേപ്പറിൽ എഴുതി വെച്ചത് കറക്റ്റ് ആയിരിക്കും, പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിൽ മാർക്ക് ചെയ്യുക എന്നത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അത് എന്താ ഒരു സില്ലി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഈ എക്സാമിൻ്റെ ടൈം പ്രഷറിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ബട്ടൺ മാറിപ്പോയി അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് ഇത് മാറിപ്പോവുക എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതോടെ നമുക്ക് 1 മാർക്ക് പോവുകയാണ്, 1 മാർക്ക് നെഗറ്റീവ് ഇറങ്ങുകയാണ്. പിന്നെ
നമ്മൾ ഒരു അറ്റംപ്റ്റ് ചെയ്തതിന്റെ 4 മാർക്കും കൂടെ പോവുകയാണ്. സോ 5 മാർക്ക് ടോട്ടൽ. 5 മാർക്ക് ടോട്ടൽ ഇറങ്ങുകയാണ്. ആക്ച്വലി അതിനൊക്കെ പരിഹാരം നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതുക, അതേപോലെ തന്നെ GIBs എഴുതുക. മോൻ എല്ലാ GIBs എഴുതിയിട്ടുണ്ടായിരുന്നു? എല്ലാ GIBസും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ GIB അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? GIBs ഒരെണ്ണം എന്തോ മിസ്സാക്കി, പക്ഷെ ബാക്കി എല്ലാം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഇതിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മാക്സിമം GIBയും കാര്യങ്ങളൊക്കെ എഴുതി മുന്നോട്ടേക്ക് പോകാനാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തിയറി മാത്രം പഠിച്ചു പോകുന്നത് മാത്രമല്ല കാര്യം, നമ്മൾ എക്സാം എൻവയോൺമെന്റിനോട് എത്രയും നമ്മൾ പരിചിതമാവുക, നമ്മൾ അത് അഡാപ്റ്റ് ആവുക എന്നൊരു സംഭവം. നമ്മൾ ആ ഒരു എത്രയോ ടൈംസ് നമ്മൾ വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാൾ പോലത്തെ ഒരു എൻവയോൺമെന്റിൽ, ഇപ്പോൾ GAB ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ലാബിൽ പോയിരുന്നാണ് എക്സാം എഴുതുന്നത്. നമ്മൾ JEE മെയിൻസ് എഴുതുന്ന പോലെ കുറേ സ്റ്റുഡൻസിൻ്റെ കൂടെ കമ്പ്യൂട്ടറിൽ നിന്ന് എക്സാം എഴുതുകയാണ്. സോ ആ ഒരു എൻവയോൺമെന്റിനോട് നമ്മൾ പൊരുത്തപ്പെടുക. നമ്മൾ ആ ഒരു എക്സാം ഒരു ആക്ച്വൽ JEE എഴുതുമ്പോഴും നമുക്ക് ഈ ഒരു സന്ദർഭം നമ്മൾ നേരത്തെ എൻകൗണ്ടർ ചെയ്തതാണ്. സോ നമുക്ക് പിന്നെയും അത് നാവിഗേറ്റ് ചെയ്ത് പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ അത്ര ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല. സോ കൂടുതൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നത് വീണ്ടും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിൽ മോന്റെ അടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിലെ പെർസെന്റേജ് 99.23% മാത്സിലുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ റിസൾട്ട് കണ്ടപ്പോഴും ഇക്ബാൽ സാർ സ്പെഷ്യലായിട്ട് അത് നോട്ട് ചെയ്തു പറയൊക്കെ ഉണ്ടായി. അപ്പൊ എനിവേ പിന്നെ അപ്പൊ എങ്ങനെയാണ് മാത്സിൽ നമുക്കത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയത്? കാരണം എപ്പോഴും JEE കുട്ടികളെ സംബന്ധിച്ചോളം മാത്സ് ആണ് എപ്പോഴും ഒരു ബാലിക റമല. അപ്പൊ അവിടെ നല്ലൊരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെയായിരുന്നു, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തു, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത് അല്ലെ, എങ്ങനെയാണ് എവിടെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും? ഓക്കെ, മാത്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്ക് ബാക്കി സബ്ജക്റ്റ് പോലെ അല്ല. നമുക്ക് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ എസൻസ് മനസ്സിലാക്കിയിട്ട് കുറേ ഫോർമുലാസും പഠിച്ചിട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കൊരു 2-2.5 മിനിറ്റിനകം ചെയ്ത് തീർക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിക്കതും. ഒരു 90-95% ക്വസ്റ്റ്യൻസും ഫിസിക്സിലും കെമിസ്ട്രിയിലും അങ്ങനെ തരും. പക്ഷേ മാത്സിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടൈമാണ് അവിടുത്തെ പ്രശ്നം. ടോപ്പിക്സ് നമുക്ക് പഠിച്ചെടുക്കാവുന്നുള്ളൂ, ഫോർമുലാസ് കാണാതെ പഠിക്കാവുന്നുള്ളൂ. പക്ഷേ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിലെല്ലാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് പ്രശ്നം. നമ്മൾ ഈ മാത്സിൽ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പോൾ ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചിലപ്പോൾ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നമ്മൾ 5 മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് 2 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. നമ്മളത് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് ഇതാണ് ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ള, എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതാണ് സംഭവം. നമ്മൾ എല്ലാ മെത്തേഡ്സും ഉപയോഗിക്കണം. നമ്മൾ എല്ലാ തരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിലേത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മെത്തേഡ് A ഉണ്ട്, മെത്തേഡ് B ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ DPP എടുക്കുമ്പോൾ DPPക്കകത്ത് മെത്തേഡ് Aൻ്റെ ക്വസ്റ്റ്യൻസ് കാണും, മെത്തേഡ് Bൻ്റെ ക്വസ്റ്റ്യൻസ് കാണും. ഞാൻ Aയും Bയും ചെയ്ത് നോക്കുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ PYQs ചെയ്ത് സ്ലൈഡ്സ്. അതെ, നമ്മുടെ ഈ ബുക്കിൽ നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സസിലുള്ള സ്ലൈഡ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞില്ലേ, കീമോ പോലത്തെ എളുപ്പം ക്വസ്റ്റ്യൻസ്, കീം NCERT എക്സാംപ്ലാർ പ്രോബ്ലംസ് പോലുള്ള കുറച്ച് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ആദ്യം ചെയ്ത് നോക്കി ഈ ഫോർമുല ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ JEE മെയിൻസിൻ്റെയും അഡ്വാൻസിൻ്റെയും കുറച്ച് PYQസും പിന്നെ DPPയിൽ തന്നെ ഉള്ള PYQസും അതല്ലാതെ നമ്മൾ വേറെ കുറേ PYQs എവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അതെല്ലാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ മെത്തേഡ് എനേക്കാളും മെത്തേഡ് B ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മറ്റൊരു സന്ദർഭത്തിൽ മെത്തേഡ് എനേക്കാളും യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് മെത്തേഡ് B. അവിടെ A ആയിരിക്കും ബെറ്റർ. അങ്ങനെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പിന്നീട് JEEയിൽ മെയിൻസിൽ നമ്മൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആണെങ്കിൽ അഡ്വാൻസ്ഡിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പണ്ടേ പ്രാക്ടീസ് ചെയ്തതാണ്, അതിൽ മെത്തേഡ് A ആയിരുന്നു ബെറ്റർ. സോ നമ്മളിവിടെയും മെത്തേഡ് A ഉപയോഗിക്കുന്നു. അതേസമയം മെത്തേഡ് B ഉപയോഗിക്കുന്ന സ്റ്റുഡൻറ്റിന് എന്ത് പറ്റും? 6-7 മിനിറ്റ് എടുത്തായിരിക്കും ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് വീണ്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് അവിടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ക്വസ്റ്റ്യനിൽ മുഴുകുക. അതെ, മാത്സിൽ വേറെ ഒരു വഴിയില്ല. മാക്സിമം നമ്മൾ PYQs തന്നിട്ടുണ്ട്, PYQs ചെയ്യുക. അതല്ലാത്ത ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തു. അതാണ് ഓക്കെ. അങ്ങനെയാണ് മാത്സിൽ പെർസെന്റേജ് കൂട്ടിയത് എന്നാണ് പറഞ്ഞു വന്നത്. അതെ, അത് പെർസെന്റേജ് ഇങ്ങനത്തെ ഒരു മാർക്ക് കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അത് തന്നെയായിരുന്നു. പിന്നെ അടുത്തത് പ്രധാനമായിട്ടും വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഡിസ്ട്രാക്ഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അതേപോലെ തന്നെ പലപ്പോഴും വിട്ട് കളഞ്ഞേക്കാം എന്നുള്ള ഫീലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? അതെ, അത് സത്യം പറഞ്ഞാൽ അത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു തോന്നലാണ്. ചിലപ്പോൾ എനിക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ തന്നെ അങ്ങനെ തോന്നും, എനിക്ക് ഇത് പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള ടോപ്പിക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും ഇതിന്റെ എന്തെങ്കിലും ഞാൻ യൂട്യൂബിലെ എന്തെങ്കിലും
ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ എളുപ്പമായിരിക്കും, എനിക്ക് മാത്രമാണ് പാട്, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര പേടിയാവും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്സും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കാമായിട്ടിരുന്നാൽ മതി. നമ്മൾ അതിൻ്റെ ഒരു സ്ലോ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്താൽ മതി. അല്ലാതെ ടെൻസ്ഡായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അത് പാടായിരിക്കും. ഞാനിപ്പോൾ പേടിച്ചുകൊണ്ട് ഒരു ടോപ്പിക്ക് പഠിക്കാൻ നിന്നാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് നമ്മൾ ഇപ്പോൾ ഒരു വളരെ ടഫായിട്ടുള്ള ഒരു ടോപ്പിക്ക് അത് നമ്മൾ പടിപടിയായിട്ട് ഡീൽ ചെയ്യുക. നമ്മൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പഠിച്ചു തുടങ്ങി പിന്നീട് അതിൽ നിന്ന് ഓരോരോ ഫോർമുലകളായിട്ട് പഠിച്ച് അങ്ങനെ തീർക്കുക. അല്ലാതെ ആദ്യമേ കയറി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യമേ കയറി 2 JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കളയാം, JEE മെയിൻ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല, നമുക്ക് ഭയങ്കര പേടിയാവും. പേടിയായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പഠിക്കാനും പറ്റത്തില്ല. അപ്പം സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നോ? എപ്പോഴും ഇങ്ങനത്തെ തോന്നൽ വരുമ്പോൾ എനിക്കിപ്പോൾ പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിൽ തന്നെ വിശ്വസിക്കുക. അല്ലാതെ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇറങ്ങാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐ മീൻ നമുക്ക് ഇത് നമുക്ക് ഒരു ചാൻസല്ലേ ഉള്ളൂ. നമ്മൾ ഇത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വളരെ വലിയ മെനക്കേടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ഏറ്റവും നമ്മൾ ഇപ്പോൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ചാൻസ് തന്നെ ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ JEE ഫേസ് 1 കുറഞ്ഞ സ്കോർ കിട്ടിക്കാണും, പക്ഷേ അതും വലിയ കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ വരെ ഉണ്ട് ഈ JEE മെയിൻസ് ഫസ്റ്റ് ഫേസിൽ വളരെ കുറവ് പെർസെൻറ്റേജ്, ഒരു 50 to 60% എടുത്തിട്ട് സെക്കൻഡ് ഫേസിൽ അവർ നന്നായിട്ട് സ്കോർ ഇമ്പ്രൂവ് ചെയ്ത് 90ക്ക് മുകളിലും 95ന് മുകളിലൊക്കെ എടുത്ത് അവർ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. സോ അത് നമ്മൾ സെക്കൻഡ് ഫേസിൽ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് അതിനെ അറ്റംപ്റ്റ് ചെയ്യുന്നു, അല്ലാതെ നമ്മൾ പേടിച്ചുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറഞ്ഞ പെർസെൻറ്റേജിലേക്ക് പോവുകയുള്ളൂ. നമ്മൾ അതിനെ ഇത് നമ്മളെ ഇക്ബാൽ സാർക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ലോ സ്കോറിങ് എക്സാമാണ്. നമ്മൾ 300ന് 300 തന്നെ എടുത്താലേ നമുക്ക് നല്ലൊരു ഭാവിയുള്ളൂ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇത് വളരെ ലോ സ്കോറിങ് ആയിട്ടുള്ള ഒരു എക്സാം, ഒരു 140-150 മാർക്ക് കൊണ്ട് തന്നെ 97-98% കിട്ടാവുന്ന ഒരു എക്സാമാണ് ഈ JEE മെയിൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് പഠിച്ചെടുക്കുക, അങ്ങനെ നമ്മൾ പോയാൽ മതി. പിന്നെ മോട്ടിവേഷൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ മോട്ടിവേഷൻ ഇല്ലായിരുന്നു. ഞാൻ മെയിൻലി ഡിസിപ്ലിനാണ് റിലേ ചെയ്തുകൊണ്ടിരുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുക. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ അല്ല അത്. നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നും ഇത് ഇനി ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കാം, ഇന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇരുന്നങ്ങ് പഠിക്കും, സെറ്റ് ഓക്കെ. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ ഞാനൊരു ഡൗൺ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ന് പഠിക്കണ്ട, ഇന്ന് ഒരു മണിക്കൂർ മാത്രം പഠിച്ചിട്ട് ബാക്കി സമയം റെസ്റ്റ് എടുക്കാം എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡിസിപ്ലിൻ ആണെങ്കിൽ അതൊരു ഷെഡ്യൂളാണ്, അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റും. നമ്മൾ മൈൻഡ് എന്ത് പറയുന്നു അതിൽ കാര്യമില്ല. മൈൻഡ് കൊള്ളാമെന്ന് പറഞ്ഞാലും ഇന്ന് പഠിക്കേണ്ടെന്ന് പറഞ്ഞാലും പഠിക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അത് ഡിസിപ്ലിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ മൈൻഡിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം ഞാൻ 10 മണിക്കൂർ പഠിക്കുന്നു, ഇന്ന് അത് ചെയ്യും. അതിന് വേറെ ഒരു കാരണമോ അല്ലെങ്കിൽ എനിക്ക് മൈൻഡിൽ തോന്നിയാലേ ചെയ്യത്തുള്ളൂ, എൻ്റെ മൂഡ് ശരിയാലേ ചെയ്യത്തുള്ളൂ, അങ്ങനെ ഒരു ഫാക്ടർ അവിടെ ഉണ്ടാകുന്നില്ല. രാവിലെ എണീക്കുന്നു, ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്യുന്നു. ഇന്ന് 6 മണി തൊട്ട് 7 മണി വരെ ഞാൻ മാത്സിൽ ഈ ഒരു ടോപ്പിക്കിൽ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 മണി തൊട്ട് 10 മണി വരെ ഞാൻ ഫിസിക്സിൽ കുറേ ഈ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നു. അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നേരെ അങ്ങ് ഫോളോ ചെയ്യും. അല്ലാതെ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ ഓരോരോ റീസൺസ് വന്നുകൊണ്ടേയിരിക്കും. എനിക്കിപ്പോൾ ഇന്നലെ പഠിച്ചതല്ലേ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പഠിക്കുന്നതല്ലേ, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അതെന്തായാലും തോന്നും, നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെ മൈൻഡിലും അങ്ങനെ ഒരു തോന്നലുണ്ടാകും. പക്ഷേ അതിനെ നമ്മൾ ഡീൽ ചെയ്യാനുള്ള ഒരേ ഒരു വഴി അത് ഡിസിപ്ലിൻ എന്ന കാര്യം മാത്രമാണ്. നമ്മൾ മോട്ടിവേഷനെ റിലേ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മോട്ടിവേഷൻ ഉണ്ടായാൽ നല്ലത്, പക്ഷേ ഡിസിപ്ലിനാണ് കുറച്ചുകൂടെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് പിന്നെ ആനന്ദ് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മിസ്റ്റേക്ക് ആയി പോയത്. അപ്പൊ എനിവേ എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു ഒരു ദിവസം? ഒരു ദിവസം ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് ഞാനൊരു ഡെയിലി 7 to 8 പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അവസാനം ഒരു മാസം 2 മാസം സമയത്ത് ഞാനത് ഇൻക്രീസ് ചെയ്ത് ഒരു മിനിമം 10-11 മണിക്കൂറെങ്കിലും പഠിത്തമായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ സോൾവിങ് ആയിരുന്നു ലാസ്റ്റ് 1-2 മാസത്തേക്ക്. ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതുക, അതിൽ നിന്ന് എൻ്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ടോപ്പിക്ക് പഠിക്കുക, അടുത്ത മോക്ക് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ ഞാൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദിവസത്തിലൊരു മെജോറിറ്റി ഓഫ് ടൈമും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത്. ഒരു 10-11 മണിക്കൂറെങ്കിലും ഡെയിലി സ്പെൻഡ് ചെയ്യുമായിരുന്നു. സോഷ്യൽ മീഡിയ കൺട്രോൾ എങ്ങനെ ചെയ്തേ? സോഷ്യൽ മീഡിയ കൺട്രോൾ ഇല്ല, ഞാൻ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുകയായിരുന്നു. എനിക്ക് നമ്മളിപ്പോൾ കൺട്രോളിൻ്റെ ഒരു പ്രശ്നം, നമ്മളിപ്പോൾ ചിലപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും, ഒരു ദിവസം 1/2 മണിക്കൂർ മാത്രം ഞാനിന്ന്
ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഏത് ആപ്പാണോ അല്ലെങ്കിൽ ഗെയിമാണോ അത് നമ്മൾ അരമണിക്കൂർ എന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ചിലപ്പോൾ അത് നമ്മൾ അറിയാതെ തന്നെ ആ അരമണിക്കൂർ 1 മണിക്കൂറായി കളയും. അല്ലെങ്കിൽ നമ്മൾ ഈ അരമണിക്കൂർ ക്ലോസ് ചെയ്യാൻ നേരത്തായിരിക്കും ഭയങ്കര ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു റീല് കാണുന്നത്. അപ്പോഴത് കണ്ടിട്ട് പിന്നീട് നമ്മൾ വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്യും. അത് പിന്നീട് അത് പതിയെ പതിയെ അത് ചിലപ്പം ഈ അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറാണ്. അതായത് അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനത്തെ എന്താ പറയുക എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. യൂട്യൂബ് ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് മാത്രമേ ഞാൻ കണ്ടുകൊണ്ടിരുന്നുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ അത് കാരണം കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഐ മീൻ ഇടയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു റിലാക്സ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം നമ്മൾ ആ ഒരു റിലാക്സേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഒരു ഇനർഷ്യ എന്ന് പറയുന്ന പോലെ നമ്മളത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സാധനം 20 മിനിറ്റ് ആകുമ്പോഴേക്കും നിർത്തുന്നത്. അതുകൊണ്ട് അത് അങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യാം. സോഷ്യൽ മീഡിയ മക്കളെ ഇതൊക്കെ അവൻ എൻ്റെ അടുത്ത് പറയുന്ന പോലെയാണ് സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങളോടാണ് പറയുന്നത്. ഓക്കെ, സോമാനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ലാസ്റ്റിലോട്ട് നമുക്ക് കുട്ടിയോട് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? എക്സാമിനേഷൻ ഇനി സെക്കൻഡ് ഫേസ് വരാൻ വേണ്ടി പോകുന്നുണ്ട്, അഡ്വാൻസ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താണ് നമ്മുടെ ആസ്പിറൻസിനോട് പറയാനുള്ളത്? ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഫുൾ എന്താ പറയുക പഠിത്തം മാത്രമായിട്ട് നമ്മൾ പോകാൻ പാടില്ല. ഐ മീൻ വേറെയും കുറച്ച് നമ്മൾ അല്ലാതെ കുറച്ച് ഇപ്പോൾ ഹെൽത്ത് ആയാലും അല്ലെങ്കിൽ സ്ലീപ്പ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആയാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഐ മീൻ ഞാനൊരിക്കലും ഒരു GIB അറ്റൻഡ് ചെയ്യാൻ പോയത് തലേ ദിവസം ഉറങ്ങാതെ പഠിച്ചിട്ടാണ്. ഞാൻ തലേ ദിവസം ഒരു 2-3 മണിക്കൂർ മാത്രമേ കിടന്ന് ഉറങ്ങിയുള്ളൂ. എന്നിട്ട് പിറ്റേ ദിവസം GIB അറ്റൻഡ് ചെയ്യാൻ പോയി. ക്വസ്റ്റ്യനൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഞാൻ കാര്യമായിട്ട് പഠിച്ചതാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഒരു 1-1.5 മണിക്കൂർ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഉറക്കം വന്നു തുടങ്ങി. എനിക്കൊന്നും ശരിയായിട്ട് തിങ്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ എനിക്കത് ഒന്നും കണക്റ്റ് ആവുന്നില്ല. പിന്നീട് എന്തൊക്കെയോ ചെയ്ത് അങ്ങ് അറ്റംപ്റ്റ് ചെയ്ത് വിടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഉറക്കം എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ എക്സാമിന് തലേ ദിവസം പ്രത്യേകിച്ചും അല്ലെങ്കിൽ നമ്മൾ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. എക്സാമിന് തലേ ദിവസം പ്രത്യേകിച്ചും നമ്മൾ നന്നായിട്ടൊരു ഉറക്കം ഉറങ്ങിയിട്ട് വേണം പോകാനുള്ളത്. ദിവസം ഒരു 7 to 8 hours എങ്കിലും സ്ലീപ്പ് കീപ്പ് ചെയ്ത് വേണം പോകാനായിട്ടുള്ളത്. അല്ലാതെ രാത്രി മൊത്തം ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് അത് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എക്സാമിന് ഇനി 1.5 മാസം ബാക്കിയുള്ളപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു റിസ്കിലേക്ക് പോകുന്നത് ശരിയല്ല. ഇനി മുൻപായിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാമായിരുന്നു. ഒരു രാത്രി മൊത്തം ഓൾ നൈറ്റർ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ചെയ്യാമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അത് ചെയ്യുന്നത് ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പഠിച്ച് രാത്രിയൊക്കെ ഉറക്കം കളഞ്ഞ് പഠിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണം. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇനി ഈ ഒരു സമയത്ത് കൂടുതൽ ഇനിയും തിയറികൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാതെ, കംപ്ലീറ്റ് ചെയ്യുന്നത് ചെയ്തോളൂ, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അതിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിനാണ്. ഐ മീൻ PYQസും അതുപോലെ ടൈംഡ് മോക്ക് ടെസ്റ്റും അറ്റംപ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു 1.5 മാസം, ഇത് ഇനി 45 ദിവസമുണ്ട്, നമ്മൾ മിനിമം ഒരു 25 to 30 മോക്ക് ടെസ്റ്റെങ്കിലും ടൈംഡ് മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മൾ പഠിക്കുന്നത് വളരെ നമ്മൾ ചിലപ്പോൾ സിലബസ് ഫുള്ളി കവർ ചെയ്തിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 70 to 80% സിലബസേ കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്ന അറിവ് തന്നെ അത് എന്താ പറയുക അത് ഒരു തരത്തിലുള്ള തിയറി കൂടെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന വഴി കിട്ടുന്ന കുറച്ച് നോളജുകൾ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓരോരോ കീ ടോപ്പിക്സ് ക്വസ്റ്റ്യനിൽ വീണ്ടും റിപ്പീറ്റായി വരുന്നത് അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു നോളജാണ്. അതും നമുക്ക് എക്സാമിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഫേസിൽ. സോ നമ്മൾ നിർബന്ധമായിട്ടും അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് 20 to 25 മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ 25 to 30 മോക്ക് ടെസ്റ്റ് എങ്കിലും ഈ ഒരു കാലയളവിൽ ടൈംഡ് മോക്ക് ടെസ്റ്റ് ചെയ്ത് തീർക്കണം. വെറും ടൈംഡ് അല്ലാത്ത മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ അത് ഒരു തരത്തിലൊരു മോക്ക് ടെസ്റ്റ് ആണ്, പക്ഷേ നമ്മൾ ആ ഒരു എക്സാം സാഹചര്യങ്ങളോട് അത് മാച്ച് ആകുന്നില്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്ത് തീർക്കുമ്പോൾ 4-4.5 മണിക്കൂറായിരിക്കും. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നാം. പക്ഷേ ജെയ്ക്ക് 4-4.5 മണിക്കൂർ കിട്ടത്തില്ല, 3 മണിക്കൂറുള്ളൂ. നമ്മൾ 3 മണിക്കൂറിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കുന്നു, അതാണ് കാര്യം. സോ മോക്ക് ടെസ്റ്റുകളൊക്കെ ടൈംഡ് ആയിരിക്കാനും വേണ്ടിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ആനന്ദ് നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് അറിവുകൾ നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ടും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ പറഞ്ഞു തന്നു. ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്, ചുമ്മാ ഒരു തിയറി അല്ല.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നമുക്ക് അടുത്ത ഫേസിൽ നല്ല റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് കാണുന്ന എല്ലാ കുട്ടികൾക്കും ഇതേപോലെ തന്നെ 99 ഒക്കെ നമുക്ക് വാങ്ങിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇന്റർവ്യൂസ് എടുക്കണം അല്ലേ ആനന്ദ്? യെസ്, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ താങ്ക് യു ആനന്ദ്.